ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവൻ എല്ലാം നിറവേറ്റും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 138 അധ്യായം 8 വാക്യം. കർത്താവ് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം പൂർത്തിയാക്കും. ഇന്ന് ലോകത്തിലെ പലരും ദുരിതത്തിൽ നിലവിളിക്കുന്നു. എന്റെ കേസ് ആർ വാദിക്കും? എന്നെ ആർ സഹായിക്കും? എന്റെ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ആർ ഏറ്റെടുക്കും? അവ ആർ പരിഹരിക്കും? എന്നാൽ ദാവീദ് തന്റെ എല്ലാ ഭാരങ്ങളും എല്ലാ ആശ്രയവും കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിച്ചു, കർത്താവ് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം പൂർത്തിയാക്കും. ഒരു മനുഷ്യൻ ഒരിക്കൽ വർഷങ്ങളോളം ഒരു വാടക വീട്ടിൽ താമസിച്ചു. അവൻ വളരെയധികം വിഷമിച്ചു. സ്വന്തമായ ഒരു വീട് പണിയാൻ അദ്ദേഹത്തിന് പണമില്ലായിരുന്നു. തനിക്ക് എന്ത് ചെയ്യാനാകുമെന്ന് ചിന്തിച്ചു. ഇന്നത്തെ വാഗ്ദാന വാക്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസത്തോടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെല്ലാം പരിപാലിക്കുകയും ആവശ്യമായ പണം നൽകുകയും ചെയ്തു. എന്നിരുന്നാലും നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കാൻ അദ്ദേഹത്തിന് കഴിവില്ലായിരുന്നു. കരാറുകാർ തന്റെ പണം എടുത്ത് തന്നെ വഞ്ചിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. വീണ്ടും അദ്ദേഹം വാഗ്ദാനത്തിൽ വിശ്വസിച്ചു. വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചു, കർത്താവ് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം പൂർത്തിയാക്കും. പിന്നെ അപ്രതീക്ഷിതമായി നിർമ്മാണത്തിൽ പരിചയസമ്പന്നനായ ഒരു പഴയ സുഹൃത്ത് മുന്നോട്ട് വന്ന് ജോലിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഒടുവിൽ അയാൾക്ക് വേണ്ടി മനോഹരമായ ഒരു വീട് പൂർത്തിയായി. കർത്താവ് പറയുന്നു, ഇതാ ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ കർത്താവാണ്. എനിക്ക് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് യിരെമ്യാവ് 32 അധ്യായം 27 വാക്യത്തിൽ കാണപ്പെടുന്നു. നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് നോക്കുക. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ അവൻ ശക്തനാണ്. കല്ലുകളിൽ നിന്ന് പോലും അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ അവൻ പ്രാപ്തനാണെന്ന് ലൂക്കോസ് 3 അധ്യായം 8 വാക്യത്തിൽ കാണപ്പെടുന്നു. തീജ്വാലകൾ നിങ്ങളെ ചുറ്റിപ്പറ്റിയാലും തീയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ അവൻ പ്രാപ്തനാണെന്ന് ദാനിയേൽ 3 അധ്യായം 27 വാക്യത്തിലും കാണപ്പെടുന്നു. അവൻ വാഗ്ദാനം ചെയ്തത് നിറവേറ്റാൻ അവൻ പ്രാപ്തനാണ്. ഇത് റോമർ 4 അധ്യായം 21 വാക്യത്തിലും നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിങ്ങളെ അനുഗ്രഹിക്കാൻ അവൻ പ്രാപ്തനാണെന്ന് എഫേസ്യർ 3 അധ്യായം 20 വാക്യത്തിലും നിങ്ങൾ അവനോട് സമർപ്പിച്ചത് ആ ദിവസം വരെ അവൻ സൂക്ഷിക്കാൻ ശക്തനാണെന്ന് 2 തിമോഥെയോസ് 1 അധ്യായം 12 വാക്യത്തിലും കാണപ്പെടുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ ഭയപ്പെടുത്തുന്നതായിരിക്കാം. അത് അസാധ്യമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കാം. അത് ചെയ്യാൻ കഴിയില്ലെന്ന് അഭിഭാഷകർ പറഞ്ഞിരിക്കാം. ശത്രു നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ മന്ത്രിച്ചേക്കാം. വിവാഹം നടക്കില്ല, നിങ്ങൾക്ക് ഒരിക്കലും ഒരു കുട്ടി ഉണ്ടാകില്ല, നിങ്ങൾക്ക് ഒരിക്കലും ഒരു ജോലി നേടാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ ഒരിക്കലും അഭിവൃദ്ധിപ്പെടില്ല. ഭയപ്പെടേണ്ട, നിങ്ങളോടൊപ്പമുള്ളവൻ സർവശക്തനായ ദൈവമാണ്. എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളുടെ കണ്ണുകൾ സ്നേഹത്തോടും ആത്മവിശ്വാസത്തോടും കൂടി അവനിലേക്ക് മാത്രം നോക്കട്ടെ. എനിക്ക് വേണ്ടിയുള്ളത് കർത്താവ് പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുക. സൃഷ്ടിയിൽ നിങ്ങൾക്കായി എല്ലാം പൂർത്തിയാക്കിയവനും കാൽവറിയിലെ ക്രൂശിൽ നിങ്ങൾക്കായി എല്ലാം പൂർത്തിയാക്കിയവനും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലും നിങ്ങൾക്കായി എല്ലാം പൂർത്തിയാക്കും. ദൈവമക്കളെ, കർത്താവ് നിങ്ങൾക്കായി എല്ലാം നിറവേറ്റും. അവന്റെ വാഗ്ദാനങ്ങൾ തീർച്ചയായും നിറവേറ്റപ്പെടും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 57 അധ്യായം 2 വാക്യം. അത്യുന്നതനായ ദൈവത്തോട്, എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ദൈവത്തോട് ഞാൻ നിലവിളിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ശമൂവേൽ 19-20 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 18 അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.